പണ്ടോറയുടെ ആകാശത്തിലൂടെ ഷട്ടിൽ ഇരമ്പുന്നു. പിന്നെ അത് പ്രത്യക്ഷപ്പെടുന്നു. ഒരു ജീവനുള്ള മാസ്റ്റർപീസ്. പൊങ്ങിക്കിടക്കുന്ന പർവ്വതങ്ങൾ മേഘങ്ങളെ തുളച്ചുകയറുന്നു. നദികൾ ദ്രാവക വെളിച്ചം പോലെ തിളങ്ങുന്നു. ജെയ്ക്കിന്റെ ഹൃദയം മിടിക്കുന്നു. അവർ മനുഷ്യക്കോട്ടയായ ഹെൽസ് ഗേറ്റിൽ ഇടങ്ങുന്നു. പട്ടാളക്കാർ നിരനിരയായി മാർച്ച് ചെയ്യുന്നു. യന്ത്രങ്ങൾ അലർന്നു. AMP സ്യൂട്ടുകൾ ലോഹമൃഗങ്ങളെപ്പോലെ ചവിട്ടിമിടിക്കുന്നു. പിന്നെ കേണൽ ക്വാറിച്ചു വരുന്നു. ഉരുക്കുപോലുള്ള ശബ്ദമുള്ള മുറിവേറ്റ പട്ടാളക്കാരൻ. നീ ഇനി കൻസാസിലില്ല. പുറത്തുള്ളതെല്ലാം നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഗ്ദാനം പ്രലോഭിപ്പിക്കുന്നതാണ്. മനുഷ്യരെ സഹായിക്കുക. ജെയ്ക്കിനവന്റെ കാലുകൾ തിരികെ ലഭിക്കുന്നു. അവതാർ പ്രോഗ്രാമിന്റെ തലവനായ ഡോക്ടർ ഗ്രേസ് അഗസ്റ്റിനെയും ജെയ്ക്ക് കണ്ടുമുട്ടുന്നു. മിടുക്കൻ, മൂർച്ചയുള്ള നാവ്, മതിപ്പുളവാക്കാത്തവൻ. അവൾ ജെയ്ക്കിനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവൾക്ക് അവനെ ആവശ്യമാണ്. അവന്റെ പുതിയ ശരീരം, അവതാർ, കാത്തിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാദ്യമായി ജെയ്ക്ക് നിൽക്കാൻ പോകുന്നു. ഓടാൻ പോകുന്നു. ഒരു പുരുഷനായിട്ടല്ല, മറിച്ച് മറ്റെന്തെങ്കിലുമായി. ജെയ്ക്ക് തന്റെ പുതിയ ശരീരത്തിൽ കണ്ണുകൾ തുറക്കുമ്പോൾ എന്തു സംഭവിക്കും? ഭാഗം 3 കണ്ടെത്തുക.